നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തഞ്ചാവൂരിലെ ക്ഷേത്ര ദർശനം കഴിഞ്ഞെത്തിയ വീണ വിജയന്റെ കയ്യിലെത്തിയത് ആ ഇൻഡാസ് ആണ്. എന്ന് മുതൽ ആ ഇൻഡാസ് കയ്യിൽ കിട്ടിയോ അന്ന് മുതൽ കഷ്ടകാലം ആരംഭിച്ചു എന്ന് വേണം പറയാൻ. നാളെ വിഷു പുലരുകയാണ്. വിഷു പുലർന്നു കഴിഞ്ഞാൽ അത്ര നല്ല ഫലമല്ല വീണ വിജയന് ഉള്ളത്. വീണ വിജയന് മാത്രമല്ല, പിണറായി വിജയന്റെ കാര്യവും അത് തന്നെയാണെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അധികം വൈകാതെ തന്നെ കുറ്റപത്രം ലഭിക്കും. കരിമണൽ കച്ചവടത്തിന് നിയമവിരുദ്ധമായ സഹായം ഉറപ്പാക്കാൻ CMRL കമ്പനി വൻതുക ചെലവഴിച്ചതിന് കേസിൽ അന്വേഷണം നടത്തി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച കുറ്റപത്രം കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കുറ്റപത്രം റദ്ദാക്കാനുള്ള നിയമ നടപടികളിലേക്ക് പ്രതികൾ കടക്കും. കുറ്റപത്രം റദ്ദാക്കാനുള്ള നിയമ നടപടികളിലേക്ക് പ്രതികൾ കടക്കുകയാണെങ്കിൽ കുറ്റപത്രം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവും ഉന്നയിക്കും. ഇത് കോടതി നിരസിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ അടക്കം അറസ്റ്റിലാകും. നാളെ വിഷുവാണ്, അന്ന് അവധിയാണ്. അങ്ങനെയെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ കേരളത്തിൽ ഞെട്ടിക്കുന്ന നീക്കങ്ങൾ ED നടത്തിയേക്കുമെന്ന റിപ്പോർട്ടും വരികയാണ്. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 7-ന് SFIO സമർപ്പിച്ച കുറ്റപത്രമാണ് സ്വീകരിച്ചത്. ഈ സാഹചര്യത്തിൽ കുറ്റപത്രത്തിന്റെ പകർപ്പ് വേണമെന്ന EDയുടെ ആവശ്യത്തിലും ഉടൻ തീരുമാനം ഉണ്ടാകും. കുറ്റപത്രം കിട്ടിയതിന് പിന്നാലെ ED നടപടികളിലേക്കും കടക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ നാണയ വിനിമയ ചട്ടലംഘനം എന്നിവ SFIO കണ്ടെത്തിയാലും EDക്കാണ് ഇത്തരം കേസുകളുടെ പ്രോസിക്യൂഷൻ ചുമതല. കേസിൽ PMLA, FEMA കുറ്റങ്ങൾ ചുമത്തുന്ന സാഹചര്യമുണ്ടായാൽ CMRL കമ്പനി അടക്കം പ്രതിപട്ടികയിലുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് EDക്ക് കടക്കാൻ കഴിയും. അറസ്റ്റിനും സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മകളടക്കം അതിവേഗ നീക്കങ്ങൾ മുന്നിൽ കണ്ട പ്രതിരോധ നീക്കങ്ങൾ എടുത്തു കഴിഞ്ഞു. വീണ തൽക്കാലം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറും. പരാതിയിൽ പറയുന്ന കുറ്റം നിലനിൽക്കുമെന്ന ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് കുറ്റപത്രം സ്വീകരിച്ചത്. സെക്ഷൻസ് കേസായി നമ്പർ ഇടുകയാണ് അടുത്ത നടപടി. ശേഷം 1-ാം പ്രതിയായ CMRL MD ശശിധരൻ കർത്ത മുതൽ 11-ാം പ്രതിയായ മുഖ്യമന്ത്രിയുടെ മകൾ T വീണ വരെയുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കും. ഇതിൽ 4 പ്രതികൾ 4 കമ്പനികളാണ്. അടുത്ത ആഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകും. ഇതിനൊപ്പം EDക്കും കുറ്റപത്ര പകർപ്പ് നൽകും. SFIO നൽകിയ കുറ്റപത്രത്തിന് പകർപ്പ് ലഭിക്കാൻ ED സാമ്പത്തിക കുറ്റവിചാരണ കോടതിയിൽ നേരത്തെ ഹർജി നൽകിയിരുന്നു. SFIOയുടെ അഭിപ്രായം ആരാഞ്ഞിട്ടും പകർപ്പ് EDക്ക് കൈമാറുക. EDക്ക് കുറ്റപത്രം നൽകുന്നതിനെ SFIO എതിർക്കില്ല. കരിമണൽ കമ്പനിയായ CMRLൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ T വീണയും അവരുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും ചേർന്ന് 2.7 കോടി രൂപ കൈപ്പറ്റി സാമ്പത്തിക വഞ്ചന നടത്തിയെന്നാണ് SFIO കണ്ടെത്തിയിരിക്കുന്നത്. SFIO കണ്ടെത്തലിൽ അതിൽ കഴമ്പുണ്ട് എന്ന് കോടതിക്കും വ്യക്തമാവുകയാണ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ നടപടിക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം SFIOയ്ക്ക് അനുമതി നൽകിയിരുന്നു. കമ്പനി നിയമപ്രകാരം 6 മാസം മുതൽ 10 വർഷം വരെ തടവും വഞ്ചിച്ച് നേടിയ തുകയുടെ 3 മടങ്ങ് വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് വീണ ചെയ്തത് എന്നാണ് SFIOയുടെ കണ്ടെത്തൽ. കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെ കീഴിലാണ് ED. അതായത് SFIOയും EDയും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് കീഴിലാണ് എന്ന് സാരം. അതുകൊണ്ട് തന്നെ ഏജൻസികളും തമ്മിൽ ഏകോപനം കൂടുതലാണ്. നൽകാത്ത സേവനത്തിന് CMRL നിന്നും വീണയും എക്സാലോജിക്കും പണം കൈപ്പറ്റിയെന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് BJP നേതാവ് ഷോൺ ജോർജിന്റെ പരാതിയിൽ SFIO അന്വേഷിച്ചത്. CMRLന്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈടും പലിശയുമില്ലാതെ 77 ലക്ഷം രൂപ എക്സാലോജിക്കിന് വായ്പ നൽകിയ കേസും നിലവിലുണ്ട്. ബാംഗ്ലൂരിലാണ് ഈ കേസ്. ഇതിൽ തൽക്കാലം ED അന്വേഷണം ഉണ്ടാകില്ല. അതിനിടെ വീണയ്ക്ക് പണം നൽകിയത് അഴിമതിയാണ് എന്നും SFIO അന്വേഷണം വിലയിരുത്തലുണ്ട്. ഈ സാഹചര്യത്തിൽ അഴിമതി അന്വേഷിക്കാൻ CBIയും എത്തിയേക്കും. അങ്ങനെ CBI അന്വേഷണം എതിർത്താൽ അത് നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് നീളും. ഈ ഘട്ടത്തിൽ പിണറായിയെയും മകളെയും ഒരുമിച്ച് അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ഇവിടെ പ്രസക്തമാകുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ മധുരയിൽ നടന്നിരുന്ന പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനായി കേരള മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയും കുടുംബം അടക്കം എത്തിയ സാഹചര്യത്തിൽ മകൾ വീണയും അതുപോലെ തന്നെ ഭാര്യ കമലയും ഒക്കെ തന്നെ ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു. ഈ ക്ഷേത്രത്തിനും ചില പ്രത്യേകതകൾ ഉണ്ട് എന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ റിപ്പോർട്ട് വന്നു. അതായത് ഈ രാഷ്ട്രീയക്കാർ പോകാൻ മടിക്കുന്ന ക്ഷേത്രത്തിൽ തന്നെയാണ് കൃത്യമായി മന്ത്രിയുടെ ഭാര്യയും മുഖ്യമന്ത്രിയുടെ മകളുമായ വീണ എത്തിയിരിക്കുന്നത്. വീണ മാത്രമല്ല, അമ്മ കമലയും എത്തിയിരുന്നു. തഞ്ചാവൂരിലെ പ്രസിദ്ധരായ ബൃഹദീശ്വര ക്ഷേത്രത്തിലാണ് ദർശനം നടത്തിയത്. കഴിഞ്ഞ ആഴ്ചയിലാണ് വീണയും സംഘവും ഒക്കെ തന്നെ ക്ഷേത്ര ദർശനം നടത്തിയത്. ഏപ്രിൽ 3-ാം തീയതിയാണ് വീണയെ കേസിൽ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചു എന്ന വാർത്തയും പുറത്തു വന്നത്. ഇതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു ക്ഷേത്ര ദർശനവും. ഈ ക്ഷേത്ര ദർശനത്തിന്റെ വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തഞ്ചാവൂർ ജില്ലയിലാണ് ബൃഹദീശ്വര ക്ഷേത്രം.
പെരിയ കോവിൽ എന്നും രാജരാജേശ്വരം കോവിൽ എന്നും ഒക്കെ തന്നെ ഇത് അറിയപ്പെടുന്നുമുണ്ട്. എന്നാൽ ഈ ക്ഷേത്ര ദർശനം വീണയെ രക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, പണി വരാൻ പോകുന്നത് സ്വന്തം അച്ഛന് തന്നെ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വ്യക്തമാകുന്നത്. അതിനുള്ള കാരണങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. കാരണം MGR അടക്കമുള്ള അതുപോലെ തന്നെ ജയലളിത അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ എത്തി ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു. അവിടെയുള്ള വലിയ കവാടം കടന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ കവാടം കടന്ന് ഏത് രാഷ്ട്രീയ നേതാവാണോ എത്തുന്നത്, ആ രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ ഭാവി പിന്നെ മുടിഞ്ഞു പോകും എന്നുള്ള ഒരു മിത്ത് സത്യത്തിൽ അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്കിടയിലുണ്ട്. അധികം ആരും തന്നെ ഈ മിത്ത് അറിയാവുന്ന, മിത്ത് അനുഭവിച്ചിട്ടുള്ള, നേരിൽ കണ്ടിട്ടുള്ള പലരും തന്നെ ഈ ക്ഷേത്ര ദർശനം നടത്താറില്ല. മാത്രമല്ല ആ കവാടം കടന്ന് പുറത്തേക്ക് വരാറുമില്ല. അതൊക്കെ കൂടി തന്നെയാണോ ഇനി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ ഭാവിയുടെ അന്ത്യം ഇവിടം വെച്ച് തുടങ്ങുന്നു എന്നുള്ള ചോദ്യവും വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മേടം പുലർന്നു കഴിഞ്ഞാൽ കേരളം ഞെട്ടുന്ന നീക്കവുമായി ED എത്താനുള്ള സാഹചര്യം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കസേര തെറിപ്പിക്കാനുള്ളതാണോ എന്നടക്കമുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അധികം വൈകാതെ തന്നെ കുറ്റപത്രം ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ കരിമണൽ കച്ചവടത്തിന് നിയമവിരുദ്ധമായ സഹായം ഉറപ്പാക്കാൻ CMRL കമ്പനി, അതായത് കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടെ ലിമിറ്റഡ് വൻതുക ചെലവഴിച്ചെന്ന കേസിൽ അന്വേഷണം നടത്തി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച കുറ്റപത്രം കോടതി ഫയലിൽ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഈ സാഹചര്യത്തിൽ തന്നെ കുറ്റപത്രം റദ്ദാക്കാനുള്ള നിയമ നടപടിയിലേക്ക് പ്രതികൾ കടക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 7 SFIO സമർപ്പിച്ച കുറ്റപത്രമാണ് സ്വീകരിച്ചത്. നിയമ നടപടി എന്തായിരിക്കുമെന്ന് കണ്ടറിയണം. കോടതി നാളെ അവധിയാണ്. ഈ കോടതി തുറക്കുമ്പോൾ, ഈ ഒരു കേസ് സ്വീകരിക്കുമ്പോൾ നടപടി എന്താകുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും.